റോബോട്ട് വല എഞ്ചിനീയർ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ നോക്കിയത് കൺട്രോളർ എന്ന് പറയുന്ന ടാബാണ്. ഓക്കെ. സോ ഈ പാർട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റാപ്പിഡ് ആണ്. ഓക്കെ. സോ നമ്മൾ റാപ്പിഡ് എടുത്തു. എന്താണ് റാപ്പിഡ്? ABB റോബോട്ട് സ്റ്റുഡിയോയുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അല്ലെങ്കിൽ ABB റോബോട്ട്സിന്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെയാണ് നമ്മൾ റാപ്പിഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയാം. സോ പ്രോഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടൂൾസും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ. സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് പ്രോഗ്രാം എഡിറ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഒരു ഓൺലൈൻ അല്ലെങ്കിൽ ഒരു ഷോപ്പ് ഫ്ലോറിൽ ഒരു റോബോട്ടിന്റെ പ്രോഗ്രാം എഡിറ്റ് ചെയ്യണമെങ്കിൽ ലാപ്ടോപ്പ് കണക്ട് ചെയ്ത് റിക്വസ്റ്റ് റൈറ്റേഴ്സസ് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് റിലീസ് റൈറ്റേഴ്സസ് കൊടുക്കണം. ഓക്കെ. നിങ്ങൾ ചെയ്ത പ്രോഗ്രാം അതിലോട്ട് അപ്ലോഡ് ചെയ്യണമെങ്കിൽ സിങ്കർണൈസ് കൊടുക്കാം. സോ ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നതാണ് കമന്റ്. സോ ഓക്കെ, ഞാനൊരു ബേസിക് പ്രോഗ്രാമിംഗ് ചെയ്ത് കാണിച്ചു തരാം. സോ ഞാൻ മൂവ് ജെ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആണ് കറന്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ. ഞാനൊരു പോയിന്റ് ഡിക്ലെയർ ചെയ്യാണ്. P1. ഓക്കെ. P1. ഓക്കെ. സോ ഇപ്പൊ ഞാൻ ഇവിടെ പ്രോഗ്രാം എഴുതിയില്ലേ. സോ ഈ ഒരു ഭാഗമാണ് എന്റെ ഡിക്ലറേഷൻ പാർട്ട്. ഇതാണ് എന്റെ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ. സോ നമുക്ക് പിന്നീട് ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഇത്ര മനസ്സിലാക്കുക. ഓക്കെ. സോ ഇപ്പൊ ഞാൻ ചെയ്തപ്പോൾ ഇവിടെ യെല്ലോ ലൈൻസ് അല്ലേ വരുന്നത്. സോ നിങ്ങളിപ്പോ ഇത് സേവ് ചെയ്യണം. സോ നമ്മളിപ്പോ പ്രോഗ്രാം എഴുതി അത് കൺട്രോളിലോട്ട് സേവ് ചെയ്യണമെങ്കിൽ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+Shift+S എന്നുള്ളതാണ്. സോ ഇതിപ്പോ ഗ്രീൻ ആയി. ഇവിടെ ആണോ മൊഡ്യൂൾ ഹാസ് ബീൻ എഡിറ്റഡ്. ഓക്കെ. സോ നമുക്ക് തിരിച്ചു വരാം. ഇതാണ് കമന്റ്. സോ കമന്റ് എന്ന് പറയുന്നത് ആ ഒരു ഇൻസ്ട്രക്ഷനെ ന്യൂട്രലൈസ് ചെയ്യുന്നതാണ്. ഓക്കെ. സോ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ആ ഒരു ഇൻസ്ട്രക്ഷൻ റൺ ചെയ്യില്ല. ഓക്കെ. സോ ഞാൻ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് വന്നു. സോ ഇനി എന്ത് ചെയ്യും? ഞാൻ പ്രോഗ്രാം റൺ ചെയ്താലും ഈ ഒരു ഇൻസ്ട്രക്ഷൻ റൺ ആവില്ല. സോ ഇവിടെ ഒരു യെല്ലോ കളർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു Ctrl+Shift+S അമർത്തിയാൽ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ അപ്ലൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടോ ഇതിലും കണ്ടോ Ctrl+Shift+S വരുന്നത്. സോ ഇത് പ്രസ് ചെയ്താലും നിങ്ങളുടെ പ്രോഗ്രാം കൂടെ സേവ് ആവും. ഓക്കെ. സോ ഇനി ഈ ഒരു ലൈൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി ഇത് മാറ്റണമെങ്കിൽ ഈ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അത് പോവും. ഓക്കെ. സോ ഇനി ഇതില് ഫോർമാറ്റ് വരും. സോ നിങ്ങളുടെ പ്രോഗ്രാം ലൈൻ എല്ലാം വന്നിട്ട് ഒരു പ്രോപ്പർ ഫോർമാറ്റിൽ അല്ലെങ്കിൽ ഫോർമാറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഒന്ന് റീഅറേഞ്ച് ആവും. ഓക്കെ. സോ ഇതാണ് നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് അപ്ലൈ ഞാൻ കാണിച്ചു തന്നില്ലേ. സോ ഇനിയുള്ളത് ഫൈൻഡ് ആൻഡ് റിപ്ലേസ്. ഇതും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്താണ് ഇപ്പോ ശരിക്കും പറഞ്ഞ പ്രോഗ്രാം ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഇപ്പോൾ 1000 അല്ലെങ്കിൽ 10,000 ലൈനെല്ലാം പ്രോഗ്രാംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കണ്ടുപിടിക്കണം. ഞാൻ ഇപ്പൊ P1 സെർച്ച് ചെയ്യാണ്. ഫൈൻഡ് ഔട്ട്. സോ ഇവിടെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് P1 എവിടെയെല്ലാം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഇവിടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ? P1 ഞാൻ P2 ലൈനിലാണ് ചെയ്തിരിക്കുന്നത്. സോ ഇത് രണ്ടും വന്നു. സോ ഇനി റീപ്ലേസ്. സോ റീപ്ലേസ് P1 വിത്ത് P2. ഇപ്പൊ എന്താ സംഭവിക്കുക? സോറി, ഫൈൻഡ് P1 റീപ്ലേസ് വിത്ത് P2. സോ ഇതെല്ലാം ഒരു ഷോർട്ട് കട്ട് കീസ് ആണ്. ആക്ച്വലി നമുക്കിപ്പോ നമ്മൾ ഓരോ ലൈൻ വീതം മാറ്റുന്നതിന് പകരം ഇതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഒരൊറ്റ ഇത് ഓട്ടോമാറ്റിക്കലി ഈ P1 എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം റീപ്ലേസ് ആയി P2 ആവും. ഓക്കെ. ഞാനിപ്പോ എന്ത് ചെയ്യുന്നു? റീപ്ലേസ് ആവും. സോ ഇപ്പൊ എന്തുകൂടെ സംഭവിച്ചു? P1 എന്നുള്ളതെല്ലാം ഇപ്പൊ P2 ആയിട്ട് ചേഞ്ച് ചെയ്യും. ഓക്കെ. സോ അതാണ് ആ ടൂളിന്റെ ഉപയോഗം. പിന്നെ കമ്പയർ. സോ നിങ്ങൾക്ക് ഇപ്പോൾ 2-3 ഫയൽസ് ഉണ്ടെങ്കിൽ, അതായത് 2 ബാക്കപ്പ് തമ്മിൽ കമ്പയർ ചെയ്യണമെങ്കിൽ കമ്പയർ ഫോൾഡേഴ്സ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ വിൻഡോ ഇതുപോലെ വരും. ആദ്യത്തേൽ നിങ്ങൾക്ക് ഏത് ബാക്കപ്പ് ആണോ കമ്പയർ ചെയ്യേണ്ടത് ആ ബാക്കപ്പ് സെലക്ട് ചെയ്യാം. ഓക്കെ. സെലക്ട് ഫോൾഡർ കൊടുക്കുന്നു. സോ ആ പ്രോഗ്രാം മൊഡ്യൂളോട് ഇവിടെ വരുന്നു. ഓക്കെ. സോ ഇപ്പോൾ ഈ ഒരു ഭാഗം വന്നു. അതേപോലെ തന്നെ അടുത്ത ഫോൾഡർ സെലക്ട് ചെയ്യുക. ഓക്കെ. സോ അതിവിടെ വന്നു. സോ ഈ റെഡ് കണ്ടോ? ഈ റെഡ് ഉള്ളിടത്തെല്ലാം നിങ്ങൾക്ക് ഇത് ചേഞ്ച് ആയിരിക്കും. ഓക്കെ. അതായത് 2 ഫോൾഡറിലും തെറ്റുള്ളതാണ്. ഇവിടെ ആണോ 0135 ആണ്, ഇവിടെ 061 ആണ്. സോ ഇങ്ങനെ നമുക്ക് കമ്പയർ ചെയ്ത് പ്രോഗ്രാംസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ.
ഇനി ഇതിൽ വരുന്നത് സെലക്ട് ടാസ്ക്. സോ നമുക്കിതിൽ ഒരു ടാസ്ക് നമ്മുടെ ഇതിൽ എത്ര എണ്ണം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ആ ടാസ്ക് ഫുൾ എല്ലാതും ഇത് നിങ്ങൾക്ക് ഇവിടെ കാണിക്കും. സോ നിങ്ങൾക്കത് ഡീസെലക്ട് ചെയ്യാം, സെലക്ട് ചെയ്യാം, എന്നിട്ട് പ്രസ് അമർത്തി കഴിഞ്ഞാൽ ആ ഒരു ടാസ്ക് മാത്രം റൺ ആവും. ഓക്കെ, കണ്ടോ ഇപ്പോൾ പ്ലേ സിമ്പിൾ വന്നു. സോ ഇനി സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് പോവുക, സ്റ്റോപ്പ് ഓൾ സെലക്ട്. സോ ഇപ്പോൾ അതോടെ സ്റ്റോപ്പായി. സോ ഇനി പ്രോഗ്രാമിൽ എന്തെങ്കിലും എറർ ഉണ്ടെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെക്ക് പ്രോഗ്രാം പ്രസ് ചെയ്യുക. ഇവിടെ ഔട്ട്പുട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ നോ എറേഴ്സ് എന്ന് തോന്നും. സോ ഇനി പ്രോഗ്രാം പോയിന്റർ എവിടെയാണെങ്കിൽ നമുക്ക് പ്രോഗ്രാം പോയിന്ററിന്റെ അടുത്ത് പോകണമെങ്കിൽ ഈ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ പ്രോഗ്രാം പോയിന്റർ എവിടെയാണോ ആ ഒരു സ്ഥലത്തോട്ട് റോബോ സ്റ്റുഡിയോ ഓട്ടോമാറ്റിക്കലി റീഅറേഞ്ച് ആവും. ഓക്കെ, സോ ഇത്രയാണ് റാപ്പിഡില് വരുന്നത്. ഓക്കെ, അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ആഡിൻസ് ആണ്. ആഡിൻസിൽ പോയാൽ ഞാൻ ആദ്യത്തെ പാട്ടിൽ തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. നിങ്ങളുടെ റോബോട്ട് വെയറിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്ലഗിൻസും നിങ്ങൾക്ക് ഇതിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, സോ ഇനീഷ്യൽ സ്റ്റേജിൽ ചിലപ്പോൾ നിങ്ങൾ കൺട്രോളർ ഓപ്പൺ ചെയ്ത് പെൻഡന്റ് ഇവിടെ ഡിസേബിൾ ആയി കിടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ പെൻഡന്റ് ഓൺ ആക്കിയാലും ഇവിടെ ERC5 എന്നോ ഒമ്നിക്കോറിനോ കാണാൻ സാധിക്കുന്നുണ്ടാവില്ല. അത്തരം ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആഡിൻസിൽ പോവുക, ഒമ്നിക്കോർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ആഡ് ചെയ്യുക, അതുപോലെ ERC5 സെലക്ട് ചെയ്തിട്ട് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, സോ അതുപോലെ ഏതെല്ലാം പ്ലഗിൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതെല്ലാം ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം. അതിന് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.